ഇന്ന് നല്ലൊരു ദിവസമല്ലേ, പ്രവേശനോത്സവമാണ്. നമ്മൾ കോളേജിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. പറയാം, ഞാൻ പിന്നീട് പറയാം. ഞാനത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഞാനത് പിന്നീട് പറയാം. വിദ്യാർത്ഥികൾ 1.5 വർഷമായി പ്രതിസന്ധിയിലാണ്. സിൻഡിക്കേറ്റ് യോഗം ചാൻസലറുടെ വൈസ് ചാൻസലറുടെ ഫയലുകൾ നീക്കം ചെയ്യാത്തത് മൂലം അത് വലിയ അല്ല, സർവകലാശാലകളിൽ ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മുഴുവൻ സർവകലാശാലകളും കോളേജുകളിലും ഒക്കെ നമുക്ക് അനവധി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവരും കൂടെ പരിശ്രമിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇന്ന് പോകുന്നത്. വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അധ്യാപകർ നേരിടുന്നുണ്ട്, സ്ഥാപനങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, സർവകലാശാലകൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി സെക്ടറാണിത്. അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കി നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ പലതവണ ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ആർക്കൈവ്സൊക്കെ ഉള്ളവരല്ലേ, നിങ്ങളൊന്ന് നിങ്ങളുടെയൊക്കെ ആർക്കൈവ്സൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഞാൻ ഈ വിഷയങ്ങളിലെല്ലാം ഒരു തരത്തിലുമുള്ള വർഗീയവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ അനുവദിക്കില്ല. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശക്തമായി ചെറുക്കും. നമ്മൾ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് UDF സംബന്ധിച്ച് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാട് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞതും ഭരണപക്ഷത്ത് വരുമ്പോൾ പറയുന്നതും എല്ലാം ഒരേ നിലപാട് തന്നെയാണ്. ആര് നടത്തിയാലും, അത് വർഗീയവൽക്കരണം നടത്താൻ ആര് ശ്രമിച്ചാലും ശരി, അതുപോലെ തന്നെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് സർവകലാശാലകളിൽ ഭരണം പിടിക്കുവാൻ അല്ലെങ്കിൽ സർവകലാശാലകൾ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നതും ഇത്തരം കാര്യങ്ങളോടെല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്.